ഹരേ കൃഷ്ണ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും പാലാഴിയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ശിവന്റെ നടരാജ വിഗ്രഹത്തെക്കുറിച്ചും ശിവതാണ്ഡവത്തെക്കുറിച്ചും ശിവനടനത്തെക്കുറിച്ചും നമുക്ക് കൂടുതലായി അറിയാം. ശിവൻ ആഘോഷത്തിൽ നടരാജനായി നൃത്തം ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. മറിച്ച് മിഥ്യാധാരണകളെ തകർക്കാനായിട്ടാണത്രേ ഭഗവാൻ നൃത്തം ചെയ്തത്, അതും ദാരുവനത്തിൽ വെച്ച്. ആ കഥ എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ദാരുവനത്തിൽ കുറച്ച് ഋഷിമാർ താമസിച്ചിരുന്നു. അവർ വിശ്വസിച്ചിരുന്നതോ അവരുടെ ആചാരങ്ങളും മന്ത്രങ്ങളും അവർ ചെയ്യുന്ന പ്രവൃത്തികളും മാത്രമാണ് ഈ പ്രപഞ്ചത്തെ തന്നെ നിയന്ത്രിക്കുന്നത് എന്നാണ്. അങ്ങനെ അവർ ദൈവത്തെ പോലും അവരുടെ പവിത്രമായ അഗ്നിയാൽ ബന്ധിക്കാൻ കഴിയുമെന്ന് ദൃഢമായി തന്നെ വിശ്വസിച്ചു. അവർ അഹങ്കാരികളായി തീർന്നു. ഈ അഹങ്കാരം തകർക്കാൻ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ്. അതും വാക്കുകളിലൂടെയല്ല കേട്ടോ, മറിച്ച് ശിവസാന്നിധ്യത്തോടെയാണ് ഭഗവാൻ അവരുടെ ഈ അഹങ്കാരം തീർക്കാൻ ശ്രമിച്ചത്. അഗ്നിജ്വാലകളിൽ നിന്ന് ഋഷിമാര് ഓരോരോ കുഴപ്പങ്ങൾ അഴിച്ചുവിടുകയാണ്. ആദ്യം ഒരു കടുവ വന്നു, പിന്നെ ഒരു സർപ്പം വന്നു, പിന്നെ അജ്ഞതയുടെ കുള്ളൻ, അതായത് അപസ്മാരനെയും പുറത്തുവിട്ടു. അപസ്മാരത്തെ പറ്റി വിശദമായി ഞാൻ വഴിയെ വിവരിക്കാം കേട്ടോ. എന്നാൽ ഭഗവാൻ ഈ ഓരോരുത്തരെയും, അതായത് ഋഷിമാർ പുറത്തുവിട്ട ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തി. ആദ്യം കടുവയുടെ തൊലി എടുത്ത് ധരിക്കും, പിന്നെ സർപ്പത്തെ അലങ്കരിക്കും, അജ്ഞതയെ തൻ്റെ കാലിനടിയിൽ അമർത്തിപ്പിടിക്കും. എന്നിട്ടാണ് ഭഗവാൻ നൃത്തം ചെയ്യാൻ തുടങ്ങുന്നത്, അതും പ്രപഞ്ച താണ്ഡവം. അഹങ്കാരം പൊളിച്ചു മാറ്റുകയും ആചാരത്തിനപ്പുറം സത്യം വെളിപ്പെടുത്തുകയുമാണ് ഭഗവാൻ ചെയ്തത്. ഈ ദിവ്യ നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചത് വിഷ്ണു ഭഗവാനാണ്. എന്നാൽ ആദിശേഷൻ അത് കാണാൻ ആഗ്രഹിച്ചു. ആ വാഞ്ചയാല് പ്രചോദിതനായ ഭഗവാൻ ശിവൻ ഇത്തവണ ഭൂമിയിൽ അതിൻ്റെ ശക്തി നിലനിർത്താൻ തക്ക ശക്തമായ ഒരു സ്ഥലത്ത് വീണ്ടും താൻ നൃത്തം ചെയ്യുമെന്ന് അവരോട് വാഗ്ദാനം ചെയ്തു. ആ സ്ഥലം ചിദംബരം നടരാജ ക്ഷേത്രമായി മാറി. ഭക്തരക്ഷയ്ക്കായി പല പല രൂപങ്ങളിൽ ഭഗവാൻ അവതരിച്ചിട്ടുണ്ട്. വ്യാഖ്യാന ദക്ഷിണാമൂർത്തി, ജ്ഞാനദക്ഷിണാമൂർത്തി, യോഗദക്ഷിണാമൂർത്തി, വീണാധര ദക്ഷിണാമൂർത്തി എന്നിങ്ങനെ 4 രൂപങ്ങളാണ് ദക്ഷിണാമൂർത്തിക്ക് ഉള്ളത്. കൂടാതെ ഭിക്ഷാടകൻ, കപാലധാരി, ഗംഗാധരൻ, അർദ്ധനാരീശ്വരൻ, അർദ്ധനാരീനടേശ്വരൻ, വൃഷഭവാഹനൻ, വിഷഭക്ഷകൻ, സദാശിവൻ, മഹേശ്വരൻ, ഏകാദശരുദ്രൻ, വിദ്യേശ്വരൻ, മൂർത്തേഷ്ടകൻ എന്നിങ്ങനെ മറ്റു രൂപങ്ങളിലും ശിവൻ അവതരിച്ചിട്ടുണ്ട്. മഹാനർത്തകനാണ് ശിവൻ. 108 രീതിയിലുള്ള നൃത്തങ്ങൾ ശിവനിൽ നിന്ന് ആവിർഭവിച്ചുവെന്ന് ഐതിഹ്യം പറയുന്നു. ജീവജാലങ്ങളെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കാനും വിനോദത്തിനും വേണ്ടിയാണ് നിത്യവും സായം സന്ധ്യയിൽ ശിവൻ കൈലാസത്തിൽ നൃത്തം ചെയ്യുന്നത്. അത് താണ്ഡവ നൃത്തമാണ്. പാർവതീദേവി ലാസ്യ നടനത്തിലൂടെ ഭഗവാനെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് പറയപ്പെടുന്നു. വാദ്യോപകരണമായ ഡമരു, മുകളിലെ വലതുകൈയിൽ തീയ്, താഴത്തെ വലതുകൈ കൊണ്ട് അഭയമുദ്രയും താഴത്തെ ഇടതുകൈ കൊണ്ട് ഉയർത്തിയ ഇടതുകാലിനെ ചൂണ്ടിയിരിക്കും. വലതുകാൽ അപസ്മാരമൂർത്തിയെ ചവിട്ടുന്ന നിലയിലാണ്. ശബ്ദം പുറപ്പെടുവിക്കുന്ന വാദ്യോപകരണമായ ഡമരുവിന്റെ ശബ്ദത്തിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. അഗ്നി പ്രളയകാലത്തെ പ്രളയാഗ്നിയെ സൂചിപ്പിക്കുന്നു. അഭയമുദ്ര സംരക്ഷണത്തെയും താളാത്മകമായി ശിവൻ കൈചലിപ്പിക്കുമ്പോൾ സൃഷ്ടി, സ്ഥിതി, സംഹാരം നടക്കുന്നു. അപസ്മാരമൂർത്തിയോ അജ്ഞാനത്തെ സൂചിപ്പിക്കുന്നു. ദക്ഷിണേന്ത്യയില്, പ്രത്യേകിച്ച് ചോള രാജവംശത്തിന്റെ സാംസ്കാരികവും കലാപരവുമായ ഉന്നതിയെയാണ് നടരാജ വിഗ്രഹം പ്രതിനിധീകരിക്കുന്നത്. ഈ ശില്പം വെങ്കലത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ചോള രാജവംശത്തിന്റെ, പ്രത്യേകിച്ച് 10ാം നൂറ്റാണ്ടിലെ രാജ്ഞിമാർ ചിദംബരത്തെ ശിവനെ അവരുടെ പരദേവതയായി കണക്കാക്കിയിരുന്നു അത്ര. അവർ നടരാജ വിഗ്രഹങ്ങൾക്ക് വളരെയധികം പ്രാധാന്യവും പ്രചാരവും നൽകി. ഇനി ആനന്ദതാണ്ഡവത്തെക്കുറിച്ചുകൂടെ അറിയാം. പാർവതീദേവിയെ സന്തോഷിപ്പിക്കാൻ ശിവൻ നൃത്തം ചെയ്യുന്ന സന്ധ്യയാണ് പ്രദോഷ സന്ധ്യ. പാർവതീദേവിയെ പീഠത്തിലിരുത്തി ശിവൻ നൃത്തം ചെയ്യുമ്പോൾ സകല ദേവതകളും അവിടെ സന്നിഹിതരാകും. തിങ്കളാഴ്ചയും പ്രദോഷവും ചേർന്ന് വരുന്ന
സോമപ്രദോഷം അതിവേഗം ആഗ്രഹ സാഫല്യത്തിന് ഉത്തമമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് അപസ്മാരനെ കുറിച്ച് അറിയാം. ഋഷിമാരുടെ ഹോമകുണ്ടത്തിൽ നിന്ന് അവസാനം പുറത്തു വന്ന ചെറിയൊരു രൂപം. അവിദ്യയിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും ജനിച്ചവൻ, അവനാണ് അപസ്മാരൻ, അജ്ഞാനത്തിൻ്റെ പ്രതീകം. അവൻ ലോകം മുഴുവൻ സഞ്ചരിച്ച് ജ്ഞാനികൾക്ക് അവരുടെ ജ്ഞാനം മറക്കാനിടയാക്കും. അഹങ്കാരികൾക്ക് അവർ അജയ്യരാണെന്ന് അവൻ അവരെ വിശ്വസിപ്പിക്കും. ഋഷിമാർക്ക് ഭീതിയായി തുടങ്ങി. കാരണം അവരുടെ തന്നെ സൃഷ്ടി അവരാരാധിച്ച ജ്ഞാനത്തെ നശിപ്പിക്കാൻ തുടങ്ങി. ആ സമയത്താണ് ശിവൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. യുദ്ധവീരനല്ലാതെ ആയുധങ്ങളൊന്നും തന്നെ ഇല്ലാതെ നടരാജൻ സർവലോക നർത്തകനായി ശാന്തമായ ഒരു പുഞ്ചിരിയോടെ പ്രത്യക്ഷപ്പെടും. ശിവൻ ഒരു കാലുയർത്തി അത് അപസ്മാരന്റെ മേൽ വയ്ക്കും. അവനെ കൊല്ലാനല്ല, അവനെ നിയന്ത്രിക്കാൻ. കാരണം അജ്ഞാനം പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ പൂർണ്ണമായും ഇല്ലാതായാലോ ജ്ഞാനത്തിനും അർത്ഥമില്ലാതാകും. അതുകൊണ്ട് അപസ്മാരൻ എന്നും ജീവിക്കുന്നു. പക്ഷേ എപ്പോഴും ശിവന്റെ കാൽക്കീഴിൽ, എഴുന്നേൽക്കാൻ കഴിയാതെ, മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ. ഇനി നടരാജ പ്രതിമ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഭഗവാന്റെ കാലിലെ ആ ചെറിയ രൂപത്തെ, ജീവന് വേണ്ടി പിടയുന്ന, എഴുന്നേൽക്കാൻ വെമ്പൽ കൊള്ളുന്ന, ഭീതിയാർന്ന കണ്ണുകളോടെ ശിവന്റെ കാൽക്കീഴിൽ ഉള്ള ആ രൂപത്തെ. ശിവൻ സർവ്വലോകത്തെയും തൻ്റെ ദിവ്യമായ നൃത്തത്തിലൂടെ സമത്വത്തിലാക്കുമ്പോൾ പരമശിവന്റെ കാൽ അടക്കി നിർത്തുന്നത് അജ്ഞാനത്തെയാണ്. അത് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കേട്ടോ. അതായത് വളരണമെങ്കിൽ ആദ്യം അജ്ഞാനത്തെ ജയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തൽ. ഇതാണ് അപസ്മാരൻ എന്ന ആ ചെറിയ ജീവിയെക്കുറിച്ചുള്ള ചെറിയ ഒരു വിവരണം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അക്ഷരങ്ങളിൽ കടപ്പാടോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.